സർക്കാർ ഖജനാവിൽ നിന്ന് 2 സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകർക്ക് ഈ സർക്കാർ കൊടുത്ത തുക അറിയണ്ടേ? CBI വരാതിരിക്കാൻ, പെരിയയിലെ യഥാർത്ഥ സത്യം വെളിപ്പെടാതിരിക്കാൻ സംസ്ഥാന സർക്കാർ കൊടുത്ത ആ ഫീസിന്റെ കണക്ക് കൂടി ഒന്ന് കാണും. മനീന്ദർ സിംഗ് എന്ന സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകന് ഒരു ദിവസം ഒരു സിറ്റിംഗിന് 20 ലക്ഷം രൂപയാണ് വാങ്ങിയത്. അങ്ങനെ 3 സിറ്റിംഗുകൾക്കായി മനീന്ദർ സിംഗ് വാങ്ങിയത് 60 ലക്ഷം. ഒപ്പം ജൂനിയറിന്റെ 3 ലക്ഷം കൂട്ടി വെച്ചാൽ മനീന്ദർ സിംഗിന്റേത് മാത്രമായി 63 ലക്ഷം രൂപയാണ്. മനീന്ദർ സിംഗിന് മാത്രം സംസ്ഥാന സർക്കാർ ഒരൊറ്റ പർപ്പസ്, ഒരൊറ്റ ഉദ്ദേശം, പെരിയ കേസിൽ CBI വരാൻ പാടില്ല. 3 സിറ്റിംഗുകൾക്ക് 63 ലക്ഷം. മനീന്ദർ സിംഗിന്റെ ജൂനിയറായ രഞ്ജിത് കുമാറിനും സർക്കാർ ഇതേ ഫീസ് തന്നെ കൊടുക്കുന്നു. നിയമോപദേശത്തിനായി 25 ലക്ഷം രൂപയാണ് രഞ്ജിത് കുമാറിന് ഈ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവിട്ടത്. എങ്ങനെയൊക്കെയാണ് എന്നുകൂടി ഒന്ന് വിശദമായി പരിശോധിക്കാം. 2019 നവംബർ മാസത്തിലാണ് പെരിയ കേസിൽ CBI അന്വേഷണം പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയിലുള്ള വാദത്തിനു വേണ്ടി മനീന്ദർ സിംഗും രഞ്ജിത് കുമാറും കേരളത്തിലെത്തുന്നത്. 3 ദിവസങ്ങളിലായി നടന്ന വാദം 2019 നവംബർ മാസത്തിൽ 4-ാം തീയതിയും 12-ാം തീയതിയും ഒപ്പം 16-ാം തീയതിയും നടന്ന സിറ്റിംഗ്. ആ 3 സിറ്റിംഗുകൾക്കായി മനീന്ദർ സിംഗ് 21 ലക്ഷം രൂപ തന്റെ അസിസ്റ്റന്റിന് അടക്കം വാങ്ങിയ തുക 63 ലക്ഷം പോയത് സർക്കാർ ഖജനാവിൽ നിന്ന്, എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ട് ഓടുന്ന സർക്കാർ ഖജനാവിൽ നിന്ന്. രഞ്ജിത് കുമാറിന് ഈ സർക്കാർ കൊടുത്ത ഫീസ് 25 ലക്ഷം രൂപ. മൊത്തം കൂട്ടി നോക്കിയാൽ പെരിയ കേസിൽ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മരണത്തിന്റെ കാരണം, കൊലപാതകത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ CBI വരരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും തീരുമാനിച്ചപ്പോൾ സർക്കാരിന് മൊത്തം നഷ്ടം 88 ലക്ഷം ഇതുവരെ. ആ 88 ലക്ഷം രൂപയുടെ കണക്കിനെ ലൈഫ് മിഷന്റെ കണക്കുമായി ഒന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. ലൈഫ് മിഷൻ പ്രകാരം ഒരു കുടുംബത്തിന് വീട് വെക്കാനായി ഇപ്പോൾ സർക്കാർ നൽകുന്ന ശരാശരി തുക 4 ലക്ഷം രൂപയാണെങ്കിൽ 22 കുടുംബങ്ങൾക്ക് കൂര വെച്ച് കൊടുക്കാൻ പറ്റുന്ന തുകയാണ് ഇപ്പോൾ ഈ മനീന്ദർ സിംഗിനും രഞ്ജിത് കുമാറിനും പെരിയ കേസ് അന്വേഷണം തടയാൻ വേണ്ടി സർക്കാർ ചെലവിട്ടിരിക്കുന്ന തുക. പാവങ്ങളുടെ സർക്കാർ എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും ഈ 88 ലക്ഷം ഉപയോഗിച്ച് 22 കുടുംബങ്ങൾക്ക് കൂരയുണ്ടാക്കി കൊടുക്കാനുള്ള തുക പെരിയ കേസിൽ CBI വരാതിരിക്കാൻ വേണ്ടി സർക്കാർ ചെലവാക്കി എന്നിടത്താണ് ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നത് എന്നർത്ഥം. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊന്നുകൂടി പ്രേക്ഷകർ അറിയണം. പെരിയ കേസ് മാത്രമല്ല, നിലവിൽ സംസ്ഥാന സർക്കാരിലെ ഏതെങ്കിലും വ്യക്തികളോ ഉൾപ്പെടുന്ന 13 കേസുകൾ ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ച് വാദിക്കുന്നുണ്ട്. മൊത്തം നിലവിൽ 13 കേസുകൾ, അതിൽ 4,75 ലക്ഷം രൂപ ഇതിനകം തന്നെ ചെലവിട്ട് കഴിഞ്ഞു. ഇനി ഒരു കണക്ക് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം, കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടത്. 13 കേസുകൾക്ക് 4.25 കോടി രൂപ ഈ സർക്കാർ ഖജനാവിൽ നിന്ന് സ്വകാര്യ വക്കീലന്മാർക്ക് വേണ്ടി നൽകുമ്പോൾ, പുറത്തുനിന്നെടുത്ത വക്കീലന്മാർക്ക് വേണ്ടി നൽകുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം എത്ര പേർ ഈ ഹൈക്കോടതിയിലുണ്ട് എന്നറിയണം. 133 സർക്കാർ അഭിഭാഷകരുള്ള ഒരു സർക്കാരാണ് പുറത്തുനിന്ന് 4.25 കോടി രൂപ ഉപയോഗിച്ച് വാദിക്കുന്നത്. ഇത് LDFന്റെ കാലത്ത് മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമല്ലെന്നും കൂട്ടിച്ചേർക്കുന്നു. ഒപ്പം ഈ 133 സർക്കാർ വാദം നടത്തേണ്ട സർക്കാർ നിയമിച്ചിരിക്കുന്ന അഭിഭാഷകർക്കായി മാസം 1,49 ലക്ഷം രൂപ മുടക്കുമ്പോഴാണ് 13 കേസുകൾക്ക് വേണ്ടി 4.25 കോടി ഈ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവിട്ടിരിക്കുന്നത് എന്നതും അറിയണം. ഇനി നമ്മളുടെ സർക്കാരിനെ നിയമപരമായ കാര്യങ്ങളിൽ സഹായിക്കാനുള്ള ഒരു വലിയ ഹൈറാർക്കി, ഒരു ശ്രേണിയുണ്ട്. ആ ശ്രേണി കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടും. മൊത്തം AG മുതൽ തുടങ്ങുന്നു. അഡ്വക്കേറ്റ് ജനറൽ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, DGP, അഡീഷണൽ DGP, സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ, നിയമകാര്യ സെല്ലിൽ M രാജേഷ്, നിയമോപദേശകനായ NK ജയകുമാർ, സ്പെഷ്യൽ ലൈസൺ ഓഫീസറായി A വേലപ്പൻ നായർ അടക്കം ഒരു വലിയ നിര തന്നെ സർക്കാരിനെ കേസുകൾ അന്വേഷിക്കാനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും 13 കേസുകൾ വാദിക്കാൻ സംസ്ഥാന സർക്കാർ ഈ ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് ഏകദേശം 4.25 കോടി രൂപയാണ്. ഈ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ പാവങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇത് ചെയ്യുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.